സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിൽ നിറവേറട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മാംസമായ നമ്മുടെ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ വംശാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിനെ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ജീവജലത്തെ അനുഭവിച്ചറിഞ്ഞ ദേവദാസനായ കനീസിന്റെ ഓർമ്മയോടുകൂടെ ആ വന്യപിതാവിനെ പാഠസ്ഥിതി യാചിച്ചുകൊണ്ട് അവയുടെ സന്നിധിയെ അവയുടെ പരിശുദ്ധാത്മാവാൽ ഞങ്ങളുടെ നിറയ്ക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ധൈര്യപ്പെടുത്തണമേ, ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവരുടെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും. അവർക്കത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്നരുളി ചെയ്ത് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ സമയസന്ധിയിൽ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ രോഗപ്പെട്ടതിനെ സൗഖ്യപ്പെടുത്തണമേ. അസ്വസ്ഥമായിരിക്കുന്ന ഹൃദയങ്ങളെ ശാന്തമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ പ്രകാശം വീശണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ എന്ന് ഞങ്ങൾ തീക്ഷണമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിൽ നിറയണമേ. ഈ തീർത്ഥയാത്ര വഴി പരിശുദ്ധ അമ്മയെ പോലെ അങ്ങേ രഹസ്യങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ചയിൽ വളർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിനാണ് സർവശക്തനായ പിതാവും ആകാശത്തിലെ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പക്ഷേ തുടർന്ന് നടന്ന സംഭവങ്ങൾ മുൻ പറഞ്ഞ സന്ദേശത്തെ ചോദ്യം ചെയ്യാവുന്നവരായിരുന്നു. പിതാവായ ദൈവം മാലാഖമാർ വഴി നൽകുന്ന മൂന്നാമത്തെ സന്ദേശം ക്രൂശിതനായ മനുഷ്യപുത്രൻ മഹത്വപൂർണ്ണനായി ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. അവിടെ എവിടെയില്ല, അവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതായിരുന്നു കല്ലറ സന്ദർശനത്തിനെത്തിയ സ്ത്രീകൾക്ക് മാലാഖമാർ നൽകിയ സന്ദേശം. സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും അങ്ങയുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ അവസാന വിജയം അചിന്ത്യമായ പുനരുദ്ധാനം. പരിശുദ്ധ അമ്മ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ കുരിശിന്റെ വഴിയെ അനുഭവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കുരിശിന്റെ വഴിയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അചഞ്ചലമായ വിശ്വാസത്തോടെ അവയെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രത്യേകമായി ഈ ദശകത്തിൽ ദേവദാസിനെ പ്രാർത്ഥിക്കുന്നെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകളിൽ വിജയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നെല്ലാവരെയും കർമ്മസമുദായ കടമ്പകൾ കടക്കുവാൻ ഇന്റർവ്യൂകൾ പാസ്സാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. Amen.
ഈശോ പരിശുദ്ധനെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാരൂപിയായി പ്രചോദിതയായ ഏലീസ അവിടുത്തെ അനുഗ്രഹീതൻ എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ പീലാത്തോസിന്റെ കടത്തളത്തിൽ ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ദുർഭകരിൽ ദുർഭകനായിട്ടാണ്. 40 ദിവസങ്ങൾ കടന്നുപോയി. അന്ന് ഈശോ ഒലിവുമലമുകളിൽ സ്വന്തപ്പെട്ടവരുടെയിൽ നിന്ന് മഹത്വപൂർണ്ണതയോടെ ഉയർത്തു. ലോകത്തെ മുഴുവൻ ശത്രുക്കളെയും മിത്രങ്ങളെയും ആശീർവദിച്ചുകൊണ്ട് അവരുടെ പിതാവിന്റെ പണിലേക്ക് വിഹാരിസോട് ഹൃദയത്തെ ആനന്ദത്താൽ തുറന്നുകൊണ്ട ചിത്രം അനുഗ്രഹപ്രായകരായ ഈശോ കാരണമായ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി കാണുന്ന കർത്താവേ, പ്രത്യേകമായി അവസരത്തിൽ എല്ലാ കുഞ്ഞു മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അവർക്ക് കാണിച്ചുകൊണ്ടിരുന്നു. നല്ല കൂട്ടുകെട്ടിൽ വളരുവാൻ, നല്ല മാതൃകയായി ജീവിക്കുവാൻ, കുടുംബത്തിനും സഭയ്ക്കും രാഷ്ട്രത്തിനും പ്രത്യാശ നൽകുന്ന നല്ല മക്കളായി വളർന്നു വരുവാൻ എല്ലാ കുഞ്ഞു മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും പൂർണ്ണ ആരോഗ്യം നൽകി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം നമ്മൾ കാണിച്ചുകൊടുക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
ആകാശത്തിൽ ദൈവദൂതന്മാരും പുൽക്കൂട്ടിലാട്ടിനെയുണ്ടാകും. എളിയ വസതിയിൽ ജ്യോതിഷ വിദ്വാൻമാരും ദിവ്യ ശിശുവിനെ ലോകം പ്രതീക്ഷിച്ചിരുന്ന രാജാവായി മിശിഹ കർത്താവായി ആരാധിച്ചു. പക്ഷേ കാലാന്തരത്തിൽ പീലാത്തോസിന്റെ പടയാളികൾ അവിടുത്തെ ചുവപ്പ് വസ്ത്രം ധരിപ്പിച്ച് കയ്യിൽ രാവണം പിടിച്ച് തലയിൽ മുൾമുടി തറച്ച് മുഖത്ത് തുപ്പി പരിഹസിച്ചു. താമസിയാതെ പെന്തക്കോസ്താ സമാപനമായി അവിടുത്തെ ആഗോള വ്യാപകമായ സാമ്രാജ്യത്തിന്റെ പ്രഖ്യാപന ദിവസം സ്നേഹന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശ്വരന്റെ രാജ്യം പ്രഖ്യാപിക്കാൻ തുടങ്ങിയ ദിവസം. പെന്തക്കോസ്താ പരിശുദ്ധാത്മാവ് സ്നേഹന്മാരുടെ മേൽ ആകർഷിച്ചപ്പോൾ അടഞ്ഞിരുന്ന മുറിയിൽ പേടിച്ച് അടഞ്ഞുകൂടിയ അവരുടെ ജീവിതം ധൈര്യം പ്രാപിച്ച് സവിശേഷ ധൈര്യത്തോടുകൂടി അങ്ങയെ പ്രഘോഷിച്ചിരുന്നു. കാരണം വ്യത്യസ്തമായ ഭയങ്ങളിലൂടെ കടന്നു പോകുന്നല്ലാതെയും ഈ രസത്തിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. പേടിയെല്ലാം മാറി ധൈര്യത്തോടുകൂടെ അങ്ങയെ ധൈര്യത്തോടുകൂടി ജീവിക്കുവാൻ എല്ലാ മക്കളെയും അനുഭവിക്കണമേ. ദേവദാസനായ കനീസിന്റെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലകളെയും സാമ്പത്തിക മേഖലകളെയും ദാമ്പത്യ ജീവിതത്തെയും അകറ്റുന്ന എല്ലാ പ്രതിസന്ധികളിലും അവർക്ക് സൗഖ്യവും മോചനവും വിടുതലും നൽകി അനുഭവിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് മക്കളിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം നമ്മൾ കാഴ്ചവെക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്ത്രീ
നൂറ്റാണ്ടുകളായി ജെറുസലേം കാത്തിരുന്ന രക്ഷകനെ നീതിമാനായ ശിവയോട് തിരിച്ചറിഞ്ഞു. ശിശുവിനെ കരങ്ങളിലെടുത്ത് അദ്ദേഹം നിർവൃതി ലയിച്ചു. പരിശുദ്ധ അമ്മയുടെ ഹൃദയവും നിർവൃതിയിലാണ് പോയ നിമിഷങ്ങൾ. പക്ഷേ കാലാന്തരത്തിൽ അതേ ജെറുസലേം തന്റെ രക്ഷകനെ നാടി നടത്തി. ദുർഭഗയായി തീർന്ന ജെറുസലേം പിന്നീട് മനസ്സിലാക്കുന്നു അവളല്ല സാക്ഷാൽ ജെറുസലേം എന്ന്. സ്വർഗീയ ജെറുസലേമിന്റെ പ്രതീകം മാത്രമായിരുന്നു അവൾ. അവൾ നാട് നടത്തിയ രക്ഷകൻ സ്വർഗീയ ജെറുസലേം തുറന്ന് തന്നെ വിശ്വസ്തപൂർവ്വം അനുഗമിച്ചതിന് അമ്മയെ സാഘോഷം ദൈവഗണങ്ങളാൽ സമാപതയായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു. ഈ വാക്കുകളുടെ സമ്പൂർണമായ സാക്ഷാത്കാരം കാരണമായ കർത്താവേ, നാം കടത്തപ്പെട്ട അന്ന് പിന്നീട് ജെറുസലേമിന്റെയും ലോകം മുഴുവന്റെയും രാജാവായി മാറുന്നു. ഈ ദർശനത്തിൽ പ്രത്യേകമായി സ്വന്തമാക്കാനും ഒറ്റപ്പെട്ടവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട എല്ലാവരെയും അങ്ങേപോലെ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹമേ, ഒറ്റപ്പെട്ടു പോയവരുടെ കൂടെ അങ്ങ് നൽകണമേ. ഞങ്ങൾ വേദന ചെറുതാകുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഈ ദർശനത്തിൽ ദേവദാസനായ കനീസിന്റെ നാമകരണ നടപടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവയെ ഇഷ്ടാനുസരണം അവ പൂർത്തിയാകുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദർശനം ഞങ്ങൾ കാണിച്ചു വരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
5-ാം വയസ്സുകളിൽ ജെറുസലേം പണ്ഡിതന്മാർ വെറും 12-കാരനായ ഈശോയുടെ ഗ്രഹണശക്തിയിലും മറുപടികളിൽ വിസ്മയിക്കുന്നത് കണ്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം അഭിമാനം കൊണ്ട് കുറിച്ചു. പക്ഷേ അതേ പണ്ഡിതന്മാർ കാൽവരിയിലെ കുരിശിൽ അവിടുത്തെ നിസ്സഹായനായി കണ്ടപ്പോൾ അവിടുത്തെ അതിരുകളെ പരിഹസിച്ചു. ഉയർപ്പിന്റെ മഹത്വത്തിലും ഈശോ ജെറുസലേം പണ്ഡിതന്മാരോട് മൗനം പാലിച്ചു. അനേകരെ നേടിയെടുത്ത അതിനിഗൂഢമായ മൗനം. സ്നേഹിതരെ, വിശുദ്ധ കുർബാനയായി അങ്ങനെ നമ്മുടെ സന്നിഹിതനായിരിക്കുമ്പോൾ അങ്ങയുടെ ശാന്തത ഞങ്ങൾക്ക് നൽകണമേ. അടങ്ങുക, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് ആവർത്തിക്കുന്നവരാണ്. അടങ്ങുക, തിരുനാളുകൾക്ക് മധ്യേ തലയണ വെച്ച് കിടന്നുറങ്ങിയ കർത്താവേ, ജീവിതത്തിലെ കാറ്റുപോലും നിറഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവയാൽ ഞങ്ങൾ ആടിയുലയാതെ അങ്ങയുടെ ശാന്തതയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് സ്വസ്ഥമായിരിക്കാൻ, ശാന്തമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നിശ്ചയത്തിന്റെ നിമിഷത്തിൽ അവനോട് സംസാരിക്കണമേ. ദിവ്യകാരണമായി ഞങ്ങളുടെ മധ്യങ്ങളിൽ എഴുതിയിരിക്കുന്ന കർത്താവേ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുകയും എന്ന് ഓർമ്മിപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ശാന്തമാകുന്നതാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഞാൻ ഇതിനെ ബുദ്ധിമുട്ടുകളിൽ അലട്ടുമ്പോൾ ശാന്തത കൈവിടിയാതിരിക്കാൻ സഹായിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം, ക്ഷമിക്കാനാകാത്ത നിമിഷങ്ങൾ സ്നേഹത്തിലേക്ക് സമർപ്പിക്കുന്നു. സ്വസ്ഥതയും ശാന്തതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. ഈ അവസരത്തിൽ ദേവദാസനെ വിനീസിന്റെ മനസ്സിനെ യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ കാഴ്ച ഞങ്ങൾ ഒന്നിച്ചാണ് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
എന്റെ സൗഖ്യവാദൻ എന്റെ മോചനദ്രവ്യം ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദീപദൂതനായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, സ്നേഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. ഞങ്ങൾ ജനിച്ച് 53 മണിച്ചകം നിങ്ങളുടെ സ്തുതിയോടുകൂടെ പരിശുദ്ധ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുക നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവായ ദൈവമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, പരിശുദ്ധ മറിയമേ, അങ്ങയുടെ സദൈവപുത്രന്റെ മാതാവേ, ഞങ്ങൾക്ക് മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, പ്രസാദത്തിന്റെ മാതാവേ, അത്രയും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തിയുള്ള മാതാവേ, കളങ്കമറ്റ കന്യകയായ മാതാവേ, കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹത്തിനേറ്റവും യോഗിയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സദ്ബുദ്ധിയുടെ മാതാവേ, സ്രഷ്ടാവിന്റെ മാതാവേ, ഈശ്വരന്റെ മാതാവേ, ഏകവതിയായ കന്യകേ, വാഗ്ദത്തത്തിനേറ്റവും യോഗിയായ കന്യകേ,
ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഈശോയോട് നന്ദി പറയാം. 2-3 പേര് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കർത്താവിനോട് നന്ദി പറയാം. ഒന്നാമത്തെ ഉപകാരസ്മരണ പ്രകാരമാണ് അനീസിനോട് പ്രാർത്ഥിച്ചതിന് ഫലമായി അവസാന വർഷ BSc നഴ്സിംഗ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവുകയും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുവാൻ സാധിച്ചു. ശ്രമിച്ച് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി ആ സ്ഥാപനത്തിൽ 1-ാം റാങ്കോടുകൂടിയിട്ടാണ് പാസ്സാകാൻ സാധിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷനും ഈശോയ്ക്കും രക്ഷിതാക്കൾക്കും 1000 നന്ദിയാണ് പാസ്സായ കൃത്യമായിട്ട് വിവരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പഠന കാര്യങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൃദയം നിറഞ്ഞ് അനുഗ്രഹിക്കുന്ന കാഴ്ചകളൊക്കെ കാണാറുണ്ട്. മറ്റൊരു ഉപകാരസ്മരണ പ്രകാരമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ജപമാലയിലും ആരാധനയിലും പങ്കുചേർന്ന പ്രാർത്ഥന ഫലമായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതിന് കൃത്യമായിട്ട് നന്ദി പറയുന്നു. മറ്റൊരു ഉപകാരസ്മരണ അവരുടെ വിവാഹം നല്ല രീതിയിൽ നടത്തി തന്നതിന് കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മധ്യസ്ഥന് കൃത്യമായിട്ട് നന്ദി പറയുന്നു. മറ്റൊരു ഉപകാരസ്മരണ പ്രകാരമാണ് വിട്ടുമാറാത്ത ചുമയും പനിയും ദേവദാസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മധ്യസ്ഥത്താൽ മാറിയതിന് കൃത്യമായിട്ട് നന്ദി പറയുന്നു. നമുക്ക് കർത്താവിനോട് നന്ദി പറയുന്നു. മുട്ടുകളടക്കി കൃത്യമായി ഇന്നേ ദിവസം ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ യോഗങ്ങളിലേക്കും കർത്താവിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് വന്നു പറയട്ടെ. ഏതെങ്കിലും വ്യക്തികളോട് സ്നേഹിച്ച് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഈ സമയം ഓർക്കുക. അവർ പ്രത്യേകമായി ഈശോയുടെ തിരുക്കരങ്ങളിലേക്ക് പ്രത്യേകമായ മനസ്സോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്ത് നിയോഗമായിട്ടാണ് ഇന്നേ ദിവസം കടന്നു വന്നതെങ്കിൽ ആ നിയോഗത്തിലേക്ക് പോലും നോക്കുകയും നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച്, പഠനത്തെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച്, ദേശയാത്ര സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച് ഓരോരുത്തർക്കും അറിയാം. പലതരത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങളുണ്ട്. ഈ ആരാധന പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാലപ്പഴക്കമുള്ള രോഗങ്ങൾ വിട്ടുപോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾ വിട്ടാൻ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നിവ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് നാമജപത്തിൽ പ്രവർത്തനം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, എന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ ദാസനായ
അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഈ അപേക്ഷകൾ പരിശുദ്ധ കർമ്മനാഥൻ വിശുദ്ധ ചാവറപിതാവ് വഴി കർത്താവീശോയുടെ നാമത്തിൽ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദൈവദാസൻ കലീസിന്റെ മധ്യസ്ഥ സഹായവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായുടെ സ്തുതിയായിരിക്കട്ടെ. ഇടപെടലുള്ളവർക്ക് നമുക്ക് സന്തോഷപൂർവ്വം സ്തുതിയോടെ ഇന്നേ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് കിടന്ന എല്ലാവരെയും വിശ്വസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സമാധാന ആശീർവാദം സ്വീകരിക്കാൻ കർത്താവിന്റെ മുമ്പിലേക്ക് നമുക്ക് കടന്നു. Hallelujah.